ലത്തീൻ കത്തോലിക്ക സഭ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര കൂടി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫാദർ യൂജിൻ പെരേര, സ്വാഗതം. നിലവിൽ ഒരിക്കലും ആശ്വസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തകളല്ല ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്നത്, രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കോണുകളിൽ നിന്ന് പല വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. സംഘപരിവാർ എല്ലാ തരത്തിലും ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളത്. നേരത്തെ മുസ്ലിം സമുദായത്തിനെതിരെ അവർ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചറിയാം. ഇപ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പുറത്താക്കാൻ അടക്കം നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അറിയാം. അതിന് പിന്നാലെയാണ് ഇവിടെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് FIR-ൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൂടി എഴുതി ചേർത്തിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ ഈ സംഘപരിവാറിൻ്റെ, മോദി സർക്കാരിൻ്റെ ഈ ഇരട്ടത്താപ്പിനെ? ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ആതുര ശുശ്രൂഷ ചെയ്യുന്നവരെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നൽകുന്നവരെയുമായ മിഷണറിമാർക്കെതിരെ വലിയ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അത് ക്രൈസ്തവരിൽ മാത്രമല്ല, പൊതുജനങ്ങളിലും ന്യൂനപക്ഷങ്ങളിലുമൊക്കെ വലിയ ആശങ്ക ഉണർത്തുകയാണ്. 2 ദിവസം മുമ്പ് 2 കന്യാസ്ത്രീകളെ അവരെ ആരോപണ വിധേയമാക്കാൻ വേണ്ടി ഈ മനുഷ്യക്കടത്ത് പോലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് നടപടി നടത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് അവരെയൊക്കെ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ വകയിൽ കുരുക്കി അവർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ തന്നെ ഉൾപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2 സന്യാസിനിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തിയിരിക്കുകയാണ്. കുറച്ച് ആളുകൾ തടിച്ചുകൂടി ചില സംഘടനയുടെ പേര് പറഞ്ഞ് പോലീസിൻ്റെ സഹകരണത്തോടുകൂടി അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ കുറ്റകരമായ FIR ഒക്കെ എഴുതി തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആദ്യമായി നടപടി ഉണ്ടാകണം. രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം അതോടൊപ്പം തന്നെ മതേതരവും സാമൂഹ്യ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് പൗരന്മാർക്ക് ക്ഷേമം ഉറപ്പുവരുത്തുവാൻ, പൗരന്മാരുടെ ഉയർച്ച ഉറപ്പുവരുത്തുവാനായിട്ട് വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇത്തരം മിഷണറിമാർക്കെതിരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, നാട്ടിൽ അങ്ങോളം ഇങ്ങോളം, രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വലിയ ആശങ്ക പടർത്തിയിരിക്കുകയാണ്. ഇത് ഇത്തരം വളരെ ത്യാഗനിർഭരമായി പ്രവർത്തനങ്ങൾ നടത്തുന്ന മിഷണറിമാരെയൊക്കെ പിന്തിരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുവാനേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇടപെടുകയും കുറ്റകരമായി ഇടപെടലുകൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ എതിരെ നടപടി കൈക്കൊള്ളുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ വേട്ടയ്ക്കെതിരെ നടപടി കൈക്കൊള്ളുകയും വേണം. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് അന്യായമായി ഈ മിഷണറിമാർക്ക് നേരെ, ഈ സന്യസ്തർക്ക് നേരെ ചുമത്തിയിരിക്കുന്ന എല്ലാ പരാതികളും പിൻവലിക്കാനും അവരെയൊക്കെ അടിയന്തരമായി കോൺവെൻറ്റുകളിലേക്ക് മടക്കി എത്തിക്കാനും സാധിക്കും. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ നഗരങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടാകും.